എന്തായാലും വി ഡി സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരെയും വകുപ്പും ഇന്നറിയാം. അല്പസമയത്തിനകം ഘടകകക്ഷികളുമായി കോൺഗ്രസിന്റെ ഉഭയകക്ഷി ചർച്ച തുടങ്ങും. RSP ജലവിഭവ വകുപ്പും CMB തുറമുഖ വകുപ്പും ആവശ്യപ്പെടുകയാണ്. ലേബർ കോഡ് നടപ്പിലാക്കിയ സാഹചര്യത്തിൽ തൊഴിൽ വകുപ്പിന് നേരത്തെയുള്ള പ്രാധാന്യമില്ല എന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. വകുപ്പ് ഇന്ന് ഉഭയകക്ഷി ചർച്ച ഇന്ന് ആരംഭിക്കുന്നതല്ലേ ഉള്ളൂ. വകുപ്പുകൾ എപ്പോഴും ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനിക്കപ്പെടുന്നത്, UDFന്റെ പൊതുവേദിയിലല്ല. നേരത്തെയുള്ള സാഹചര്യമല്ല ഇന്ന് തൊഴിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ലേബർ കോഡ് കൂടെ നടപ്പിലായ പശ്ചാത്തലത്തിൽ തൊഴിൽ വകുപ്പിന് ഒരു കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള വകുപ്പായിരുന്നാലും ഇന്ന് ആ പ്രാധാന്യമില്ല. അതൊരു താരതമ്യേന ചെറിയ വകുപ്പായി മാറി. അതുകൊണ്ടാണല്ലോ LDFും വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം കൊടുത്തത്. ആ നിലയിലേക്ക് ബാക്കി ഏത് വകുപ്പ് ചോദിക്കണം എന്നുള്ളതൊക്കെ ഇന്ന് പാർട്ടി കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ ഉഭയകക്ഷിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഒരു മന്ത്രിസ്ഥാനം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മുഴുവൻ മന്ത്രിമാരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 21 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ്. ാണ് കേരള കോൺഗ്രസ് ജോസഫിന്റെ വിഭാഗത്തിന്റെ ആവശ്യം. കേരള കോൺഗ്രസ് 2 സീറ്റ് വിട്ടു നൽകിയതായിരുന്നുവെന്നും 7 സീറ്റിൽ വിജയിച്ചതാണെന്നും മോൻസ് ജോസഫ് വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനം ലഭിക്കണമെന്നുള്ള ആവശ്യം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ ജോസഫ് സാറിനെ കാണുന്നതിന് വേണ്ടി സന്ദർശനം നടത്തിയിരുന്നു. അവർ തമ്മിൽ ഇന്നലെ സംസാരിച്ച കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് 7 MLA-മാരുള്ളപ്പോൾ ഞങ്ങൾ 2 സീറ്റ് കോൺഗ്രസിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും 2 മന്ത്രിസ്ഥാനം എന്നുള്ളത് അർഹതപ്പെട്ടതാണ്. ആ 2 മന്ത്രിസ്ഥാനം ലഭിക്കണമെന്നുള്ളതാണ് പാർട്ടി ഉന്നയിച്ചിട്ടുള്ളത്. 5 മന്ത്രിമാരെന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല നിലപാടാണ് മുസ്ലിം ലീഗ്. ചർച്ചകൾക്കായി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്യും. ശ്രീജിത്ത് വാർത്തയുടെ ഏറ്റവും ഒടുവിൽ ഉള്ള വിവരങ്ങൾ വെച്ചിരുന്നു. ശ്രീജിത്ത്, അല്ലറച്ചില്ലറ കല്ലുകടികൾ, അല്ലറച്ചില്ലറ നീരസങ്ങൾ ഒക്കെ UDFന്റെ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ സാധാരണഗതിയിൽ കാലാകാലങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. അതിനപ്പുറം ഒരു വലിയ ഒരു കീറാമുട്ടി പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം തിങ്കളാഴ്ച എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ആവർത്തിച്ച് എല്ലാവരും പറയുകയുമാണ്. ശ്രീജിത്ത്, ആരൊക്കെയാണ് വി ഡി സതീശന്റെ മന്ത്രിസഭയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. CMB തുറമുഖ വകുപ്പ് ആവശ്യപ്പെടുകയാണ്. RSP ജലവിഭവ വകുപ്പ് വൈദ്യുതി ടൂറിസം ആവശ്യപ്പെടുകയാണ്. ജോസഫ് ഗ്രൂപ്പ് PWD റവന്യൂ ആവശ്യപ്പെടുകയാണ്. ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിമാർ വേണമെന്ന് ആവശ്യപ്പെടുന്നു. 2 സീറ്റുകൾ കോൺഗ്രസ് പറഞ്ഞപ്പോഴേക്കും വിട്ടുകൊടുത്താണ്. ആ തീരുമാനം എന്തായാലും അത് ഗുണപരമായി ഭവിച്ചു. അത് UDFന് ഗുണകരമായി ഭവിച്ചുവെങ്കിൽ കൂടിയും 2 സീറ്റുകൾ ത്യാഗം ചെയ്തതിന് 2 മന്ത്രിമാർ വേണമെന്നുള്ളതാണ്. അത് ശരിക്കും 2 മന്ത്രിമാർ എന്ന അർത്ഥത്തിൽ പറയുകയാണോ, അതോ കൊള്ളാവുന്നൊരു വകുപ്പ് ഒരു മന്ത്രി എന്ന നിലയ്ക്കുള്ള ഒരു ബാർഗെയിനിങ് എന്ന നിലയ്ക്ക് 2 മന്ത്രിമാർ എന്നതാണോ നിലപാടെന്നറിയില്ല. ശ്രീജിത്ത്, ഞാൻ ചോദിച്ചത് വലിയൊരു പൊട്ടിത്തെറിയില്ലാതെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒറ്റ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. തിങ്കളാഴ്ച എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് കരുതാവോ ശ്രീജിത്ത്? ഹാഷ്മി, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായ പോലെയുള്ള ഒരു അധികാര വടംവലിയോ തർക്കങ്ങളോ ഒന്നും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല. വളരെ ശാന്തമായി പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് UDF നേതൃത്വം പൊതുവിൽ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. 2 സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് 10 സീറ്റ് നൽകാമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും 8 സീറ്റേ തെരഞ്ഞെടുപ്പിൽ നൽകിയുള്ളൂ. ആ 8 സീറ്റിൽ 7 സീറ്റും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിജയിച്ചിട്ടുണ്ട്. ലീഗ് കഴിഞ്ഞാൽ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള പാർട്ടി ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. അതുകൊണ്ട് 2 മന്ത്രിസ്ഥാനമാണ് അവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ കേരള കോൺഗ്രസ് ഈ പാർട്ടി പിളരുന്നതിന് മുമ്പ് തന്നെ, വീണ്ടും പിളരുന്നതിന് മുമ്പ് തന്നെ UDFിൽ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് അന്ന് KM മാണിയും CF തോമസും മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. പിന്നീട് PJ കൂടി. അപ്പോൾ അതുപോലെ ഒരു പരിഗണന വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ മന്ത്രിസ്ഥാനവും ഒരു ക്യാബിനറ്റ് പദവിയും നൽകാമെന്നൊരു ഫോർമുലയാണ് കോൺഗ്രസിനകത്തുള്ളത്. കാരണം എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കണമെങ്കിൽ 2 മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസ് ജോസഫിന് നൽകാൻ കഴിയില്ല എന്നതാണ് കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അവിടെ മോൻസ് ജോസഫും തോമസ് ഉണ്ണിയാടനും അപ്പു ജോസഫുമാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പര്യാപ്തമായ ഒരു അക്കോമഡേഷൻ നൽകണം എന്നുള്ളതാണ് പാർട്ടിയുടെ താല്പര്യം. അത് PJ ജോസഫ് ഇതിനകം തന്നെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസിനകത്ത് നടക്കുന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും തീർപ്പുണ്ടാവുക. RSP തൊഴിൽ വകുപ്പ് എടുക്കാൻ കഴിയില്ല, അവർ അത് വേണ്ട എന്ന കാര്യം ഇന്നലെ തന്നെ കോൺഗ്രസ് നേരത്തെ അറിയിച്ചു കഴിഞ്ഞു. തൊഴിൽ വകുപ്പ് ലേബർ കോഡിൻ്റെ പ്രശ്നം മാത്രമല്ല, കുറച്ചുകൂടി 4 MLA-മാരുള്ള പാർട്ടി എന്ന നിലയിൽ കുറച്ചുകൂടി പ്രാധാന്യമുള്ളൊരു വകുപ്പ് തങ്ങൾക്ക് ലഭിക്കണം. അവർക്ക് ഏറ്റവും താല്പര്യം ജലവിഭവ വകുപ്പാണ്. ബേബി ജോൺ അടക്കം കൈകാര്യം ചെയ്തിരുന്ന VP രാമകൃഷ്ണപിള്ളയും NK പ്രേമചന്ദ്രനും അടക്കം കൈകാര്യം ചെയ്തിരുന്ന ജലവിഭവ വകുപ്പിലേക്ക് RSPക്ക് മടങ്ങി വരണം എന്നതാണ് അവരുടെ താല്പര്യം. അപ്പോൾ ഷിബു ബേബി ജോണിന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പാരമ്പര്യം പിന്തുടർന്ന് ആ വകുപ്പിലേക്ക് പരിഗണന വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. RSPയുടെ ആവശ്യം പരിഗണിച്ചാൽ ജോസഫ് ഗ്രൂപ്പിനെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ജലവിഭവ വകുപ്പിലാണ്. അതുകൊണ്ട് അത് നൽകാൻ കഴിയില്ല. ഇതിനിടയിൽ എന്തോ പരിഹാര മാർഗമാണ് ഉണ്ടാകാൻ
എന്താകാൻ പോകുന്നതെന്ന് ഈ ഉഭയകക്ഷി ചർച്ച പൂർത്തിയാകുമ്പോഴേ അറിയുകയുള്ളൂ. ഉഭയകക്ഷി ചർച്ച ഘടകകക്ഷികളുമായുള്ള ചർച്ച കഴിഞ്ഞാണ് കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പിലേക്ക് കടക്കുക. കാരണം ഈ ഉജ്ജ്വല വിജയം നേടിയതാണ് മുസ്ലിം ലീഗ് UDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുമാണ്. അവർക്ക് 5 സീറ്റ് എന്നുള്ള ഒരു പ്രീസിഡൻസ് നേരത്തെ ഉണ്ടാകും. അപ്പോൾ 5 സീറ്റ് നിലപാടിൽ 5 സീറ്റ് എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കേരള കോൺഗ്രസ് ജോസഫ് 2 സീറ്റ് എന്നാവശ്യപ്പെടുന്നത് കൊള്ളാവുന്നൊരു വകുപ്പ് എന്ന മട്ടിൽ 1 സീറ്റ് എന്ന ബാർഗനിങ് കപ്പാസിറ്റിക്ക് വേണ്ടി 2 സീറ്റ് എന്ന് പറയുന്നതാണ്. അതോ റിയൽ 2 സീറ്റുകൾ തന്നെ വേണം, അല്ലെങ്കിൽ 2 മന്ത്രിപുറത്ത് വേണം എന്ന് തന്നെ പറയുകയാണോ? എന്ന് പറഞ്ഞാൽ ഒരുപാട് യോഗ്യരുണ്ട്, 21 മന്ത്രിസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ താനും. ഹാഷ്മി, 140 അംഗ നിയമസഭയിൽ നമ്മുടെ ചട്ടപ്രകാരം പരമാവധി 21 പേരടങ്ങുന്ന മന്ത്രിസഭ രൂപീകരിക്കാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല, അതിന് പരിമിതിയുണ്ട്. ലീഗിന് 5 മന്ത്രിസ്ഥാനം 2011 ഉണ്ടായിരുന്നു. ആ 5 മന്ത്രിസ്ഥാനം വേണം എന്നുള്ള ആവശ്യത്തിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്, ഡോക്ടർ MK മുനീറിന് വേണ്ടി ഒരു ക്യാബിനറ്റ് പദവി കൂടി ലീഗ് ആവശ്യപ്പെടുന്നു. അത് 4+ ക്യാബിനറ്റ് പദവിയാണോ അതോ 5 മന്ത്രിമാർ കൂടാതെ മറ്റൊരു ക്യാബിനറ്റ് പദവി കൂടിയാണോ എന്ന കാര്യത്തിൽ ഇനി ലീഗ് നേതൃത്വമാണ് വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും ഡോക്ടർ MK മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ പോലെയുള്ള ഒരു ക്യാബിനറ്റ് പദവിയോടുള്ള പദവിയിൽ നിയമിക്കണം എന്ന ആവശ്യം ലീഗിനുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല, അനാരോഗ്യം മൂലമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്തരം അദ്ദേഹത്തിൻ്റെ പരിമിതികളും മറ്റും കണക്കിലെടുത്ത് ഒരു ക്യാബിനറ്റ് പദവി അദ്ദേഹത്തിന് നൽകണമെന്നൊരു ആവശ്യം ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആ ആവശ്യത്തോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ച് എന്തായാലും ലീഗിന് അവരാവശ്യപ്പെടുന്ന വകുപ്പുകളോ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന അത്രയും മന്ത്രിസ്ഥാനമോ നൽകുന്നതിന് കോൺഗ്രസിന് വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തന്നെ അക്കാര്യത്തിൽ മുൻകൈ എടുത്തുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാവും. കാരണം 22 സീറ്റിൽ വിജയിച്ചു വന്ന പാർട്ടിയാണ്, 27 സീറ്റിൽ മത്സരിച്ച് 25 സീറ്റിൽ വിജയിച്ചു വന്ന പാർട്ടിയാണ്. മലബാറിലെ UDFന്റെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച പാർട്ടിയാണ്. മാത്രമല്ല ലീഗിനെ ഒറ്റതിരിഞ്ഞുള്ള ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അവരെ ഒരിക്കലും കൈവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിനും നിയുക്ത മുഖ്യമന്ത്രി VD സതീശനോ പോകില്ല എന്നതുകൊണ്ട് ലീഗിന് ആശങ്കപ്പെടാനൊന്നുമില്ല. എന്നാൽ ലീഗിന്റെ അവകാശവാദം എത്രത്തോളം ആണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഇവിടെ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ കാലവും ഇന്ന പാർട്ടിക്ക് ഇന്ന വകുപ്പ് തന്നെ വേണം, അത് ഷഫ്ലിംഗ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഷഫ്ലിംഗ് നടത്തുന്നത് എന്താണ് കുഴപ്പം എന്ന കാര്യത്തിലൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് എക്കാലം കൈവശം വെക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈവശം വെക്കുന്നതിൽ നേരത്തെ ഒരുപക്ഷേ LDFന്റെ വിജയത്തിനായി ആഗ്രഹിച്ചവരും പ്രവർത്തിച്ചിരുന്നൊക്കെ അല്ലെങ്കിൽ പരോക്ഷമായി പ്രവർത്തിച്ചവരാണെങ്കിൽ കൂടിയും ചില സമുദായ സംഘടനകളൊക്കെ ആവശ്യത്തിൽ നിലപാടൊക്കെ പറയുന്നൊക്കെയുണ്ട്. ആ വിഷയത്തിൽ ഒരു ചർച്ചയിലേക്കൊക്കെ പോവോ, അങ്ങനെ ഒരു ആലോചന, അത് ഈ പറയുന്ന ഈ ആവശ്യങ്ങൾ പരിഗണിച്ച് വകുപ്പുകൾ മാറ്റണോ എന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ആലോചന ഉണ്ടോ ശ്രീജിത്ത്? ഹാഷ്മി, 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന അതേ വകുപ്പുകൾ തന്നെ തങ്ങൾക്ക് വേണമെന്ന നിലപാടാണ് ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. വ്യവസായം, IT, തദ്ദേശഭരണ വകുപ്പ്, സാമൂഹ്യ നീതി വകുപ്പ്, ഒപ്പം തന്നെ പൊതുമരാമത്ത്, ഈ വകുപ്പുകളാണ്, ഹജ്ജ് കാര്യം തുടങ്ങിയ വകുപ്പുകളാണ് 2011-2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലീഗിനുണ്ടായിരുന്നത്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ ഒഴിയാം, മറ്റേതെങ്കിലും വകുപ്പ് സ്വീകരിക്കാം എന്ന തരത്തിലുള്ള ചർച്ചകൾ ലീഗിനകത്ത് നടക്കുകയും അത് പുറത്തേക്ക് വരികയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ പോലുള്ള സമുദായ നേതാക്കൾ ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കരുത് എന്ന തരത്തിലുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ പ്രതികരണങ്ങൾ മറ്റും നടത്തിയത്. അതോടുകൂടി ലീഗ് അണികളും ലീഗ് നേതാക്കളും ഈ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രതയായി. അതോടുകൂടി അവർ ഈ വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നൊരു സമീപനത്തിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ അവരുടെ വകുപ്പുകളിൽ ഇനി ചർച്ചയില്ല, ആ കാര്യത്തിൽ ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ല, കഴിഞ്ഞ തവണത്തെ വകുപ്പുകൾ തന്നെ തങ്ങൾക്ക് ലഭിക്കണമെന്ന ഒരു നിലപാട് ഇപ്പോൾ തന്നെ ലീഗ് നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസിന്റെ ആവശ്യം വരികയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് നേതൃത്വം തയ്യാറായേക്കും. അത് ഏത് തരത്തിലുള്ള ബദൽ നിർദ്ദേശമാണ് വരുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ലീഗിന്റെ നിലപാട് നമുക്ക് വ്യക്തമാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.